ഇത് സംബന്ധിച്ച് എസ് എഫ് ഐയുടെയും കെ എസ് യുവിൻ്റെയും MSFൻ്റെയും ഒക്കെ പ്രതികരണം നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞാണ്. നമുക്ക് വേണമെങ്കിൽ SFIക്കാരെ സഞ്ജീവ് ഒരു ഓക്കെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനായി പോലീസ് ഇവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 CIമാരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും സംഘർഷത്തിലേക്ക് പോകുന്നത് നിയന്ത്രിക്കുന്നത് പോലീസ് വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ പ്രക്രിയകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. നേരത്തെ തന്നെ ഇത്തരത്തിൽ UECമാരെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് എന്നടക്കമുള്ള ആവശ്യങ്ങൾ UDSF ഹൈക്കോടതിയെ തന്നെ ധരിപ്പിച്ചിരുന്നു. അതനുസരിച്ച് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ലഭിക്കുകയും ഹൈക്കോടതി ഇതനുസരിച്ച് UECമാർക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇരു വിഭാഗങ്ങൾ തമ്മിൽ പോർ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ഇവിടെ ഉണ്ട്, അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും സഞ്ജീവ്, വലിയ ഗുരുതരമായ ആരോപണമാണ് UDSF ഉന്നയിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ സംരക്ഷണയിലുള്ള അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശം ഉള്ള ഒരു UECയെ താങ്കളുടെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയി ഈ കോളേജ് ക്യാമ്പസിന് മുന്നിൽ വെച്ചെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടോ? അതൊക്കെ നടക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ക്യാമ്പസിന് വിടുന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോകുന്നു, അത് ഇവരെല്ലാവരും നിർബാധം കാണുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ ഇവിടെ പറ്റുന്നു, കണ്ണൂർ ടൗൺ പോലത്തെ ഒരു ടൗണിൽ അത് സാധ്യമല്ല. യഥാർത്ഥത്തിലെ വിഷയം അവരുടെ UECമാരെന്ന് അവർ കരുതുന്നതൊന്നും അവരുടേതായ UECമാരല്ല. അവരെല്ലാം ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷവാദികളുമായിരുന്നു. അതിൻ്റെ ഭാഗം അവർ വിജയിക്കും എന്ന് ഉറപ്പിച്ച എടുത്തു നിന്ന് അവർ കുറേ കള്ളവോട്ടുകൾ ചെയ്താലും ജയിക്കുമെന്നുള്ള എടുത്തു നിന്ന് തോൽവി മണത്തു. ആ തോൽവി മണത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഓട്ടപ്പാച്ചലുകളാണ്. ഇപ്പൊ എത്രയാണ് ഈ UECമാരുടെ എണ്ണം ഒക്കെ എത്രയാണ്? ടോട്ടൽ എണ്ണം എത്രയാണ്? സിംഗിൾ മെജോറിറ്റിയിൽ ജയിച്ചു വരാൻ സർവകലാശാലയിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. സിംഗിൾ മെജോറിറ്റിയിൽ ഞങ്ങൾ ആകെ 133 UECയിൽ 80 അതിൽ കൂടുതലുമായിട്ടുള്ള UECമാർ നമുക്കുണ്ട്. ഒരു സംശയമില്ല. 103 നിങ്ങൾ കൂട്ടി നോക്കും, 80 കൂടുതലുമായിട്ടുള്ള UECമാരുണ്ട്. പിന്നെ എന്താണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്? കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് 55 UEC ഉണ്ട്. കാസർഗോഡ് സമാനമായി 20ഓളം UEC ഉണ്ട്. വയനാട് നമുക്ക് 3 UEC ഉണ്ട്. ആകെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. പിന്നെ ഞങ്ങൾ എന്തിനു ഇത് ചെയ്യണം? മനഃപൂർവ്വം ഒരു സംഘർഷത്തിലേക്ക് പോകണം. തീർച്ചയായും അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ജനാധിപത്യത്തിൽ ഇതൊരു പ്രശ്നമാണ്, അങ്ങനെയുള്ള പ്രശ്നമാണ്. ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ കള്ള വോട്ടുകൾ ചെയ്യാനുള്ള വലിയ ഇടപെടൽ അവർ നടത്തിയിട്ടുണ്ട്. കള്ളവോട്ടുകൾ അതിപ്പോ ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? നിങ്ങളിപ്പോൾ കണ്ടോ, ഉള്ളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇവർ കള്ള വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോകും. അത് പോവാതെ ഇവർക്ക് രക്ഷയില്ല. നടപടികൾ ആരംഭിച്ചു അല്ലേ? ഓക്കെ, എന്തായാലും SFIയുടെ നിലപാട് അങ്ങനെയാണ്. SFI പറയുന്നത് അത് ശരിയല്ല, ഒരു കാരണവശാലും അങ്ങനെ ആളുകളെ. സുനില, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ കാസർഗോഡ് നിന്നുള്ള UUCയെ തട്ടിക്കൊണ്ടുപോയി എന്നാണല്ലോ പരാതി. എന്നാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഓട്ടോയിൽ വന്നിറങ്ങിയ ആളെവിടെ? സുനില, ഞാൻ കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറയോ? കാസർഗോഡ് നിന്നുള്ള MSFന്റെ പ്രതിനിധി അവരുടെ നേതാക്കളുണ്ട്, നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം. അതായത് ഈ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് പറയുന്നു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതായത് ഇവിടെ പരസ്യമായിട്ട് ഒരു UECയെ തട്ടിക്കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അതായത് ഇവിടെ പരസ്യമായിട്ട് ഒരു UECയെ തട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് നിങ്ങൾ വ്യാജമായി ഉന്നയിക്കുന്ന ആരോപണമാണ്. ഞാൻ മീഡിയ വണ്ണോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് SFIനെ അറിയില്ല എന്നുള്ളതാണ്. അതല്ല, അവര് നടക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് SFIനെ അറിയില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. എന്താ സംഭവിച്ചത്? ഞങ്ങള് 6 ആൾക്കാർ ഒന്നിച്ച് വന്നതാണ്. ഓട്ടോറിക്ഷ ആയിട്ട് വന്നത് 7 ആൾക്കാരുണ്ടായിരുന്നു.
ഓട്ടോയിലിറങ്ങി ഓട്ടോ തടഞ്ഞു വെച്ചു, അങ്ങോട്ട് പോകില്ല. എസ് എഫ് ഐക്കാർ ഓടിക്കുന്ന പറഞ്ഞത് ഞങ്ങളോട്. SFIക്കാർ ഓടിക്കുന്നുണ്ട്, പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തടഞ്ഞു വെച്ചത്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇറങ്ങിയിട്ട് പോകുമ്പോൾ സഫ്വാൻ ഒരു യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവന്റെ ബാഗ് അടക്കം ഇവന് യൂസ് ചെയ്യുന്ന കരുതിട്ട് ഇവന്റെ ബാഗാണ് ഇവർ ഫസ്റ്റ് ഇതാക്കിയത്. ഇവൻ യൂസ് അല്ലാന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങളുടെ യൂസ് അവന് ബാഗ് ഇട്ടില്ലായിരുന്നു. അവനെ വണ്ടി പിടിച്ച് കയറ്റിയിട്ടാണ് കൊണ്ടുപോയത്. KL 86 അതിന്റെ അപ്പുറം നമ്പർ ഓർമ്മയില്ല. നെക്സോൺ വണ്ടി പോലീസുകാരുടെ മുമ്പിനാണ് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇവന്റെ ഫോൺ പോലീസുകാരോട് പറയുന്നത് സമയം 10:42 1 മണി വരെയാണ് പോളിംഗ്. അതിനു മുമ്പ് ഈ കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ എന്ത് വാല്യൂ ആണ്? ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ടാണ് ഇലക്ഷൻ നേരിടുന്നുള്ളത്. ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഈ ക്യാമ്പസിലുണ്ട്. ഇവിടത്തെ CI അടുക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ വേണം. സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷെ ഒരു UUC ഈ കവാടത്തിന് മുമ്പിൽ വോട്ടേറുകളോട് കൂടി ആ കുട്ടിയെ ആക്രമിച്ച് കാസർഗോഡ് MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സഫ്വാൻ എന്ന് പറയുന്ന UUC ആൺകുട്ടിയാണ്. അവന്റെ എന്റെ കൂടെയാണ് വന്നത്. റിക്ഷ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. 30-35 പേരുണ്ടാവും. ഞങ്ങൾ 2 റിക്ഷയില് 6 പേരാന്നുള്ളത്. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. റിക്ഷ തടഞ്ഞു വെച്ച് ആദ്യം ഒരു കാറ് ഓപ്പോസിറ്റ് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ച് അങ്ങനെ വണ്ടി പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. റിക്ഷയിൽ ഞങ്ങൾ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ തലങ്ങും വിലങ്ങും അടി കൊണ്ട് മാത്രമേ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരുത്തൻ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ശരി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. MS